ഇനിയിപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു കളി കൂടിയാണ് ഇപ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. അമേരിക്കയിലാണ് ഇത് നടക്കുന്നത്. സാധാരണ ഈ ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരത്തിനൊക്കെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഹോളിവുഡ് താരമായിട്ടുള്ള ഈ ഷക്കീല അതുപോലുള്ള വലിയ പോപ്പ് ഗായകരുടെയൊക്കെ സോങ്ങുകളാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ നമ്മുടെ മലയാളത്തിൻ്റെ നടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സോങ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. നമുക്ക് ആ ഒരു സോങ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിലെ സാധനമാണെന്നാണ് പറയുന്നത്, ഞാൻ കണ്ടില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് ആ സോങ് ഒന്ന് കണ്ടു നോക്കാം. ഷക്കീലയെ കടത്തി വെട്ടുവോ നമ്മുടെ ലാലേട്ടൻ്റെ ഈ ഒരു ഫുട്ബോൾ ഗാനം. ഉദ്ഘാടന മത്സരത്തിനകത്ത് ഇനിയിപ്പോൾ ഇതാണോ വന്നതെന്ന് കണ്ടില്ല, കാരണം ഇന്നലത്തെ കളി കാണാൻ പറ്റിയില്ല, ഉദ്ഘാടന മത്സരവും കാണാൻ പറ്റില്ല. ഇതായിരുന്നു പ്ലേ ചെയ്തതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ കിഡിലൻ ഫുട്ബോൾ ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധനം അങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സിനിമയുടെ ഒരു അപ്ഡേഷനും കൂടെ ഇതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ അതിമനോഹരം സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതും സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു. തരുൺ മൂർത്തിയുടെ സിനിമയാണ്. ഇതിനകത്ത് മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റി വെച്ചു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ വരുന്ന ലാലേട്ടന്റെ സിനിമകൾക്കെല്ലാം അവർ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഏതാണ്ട് ദിവസങ്ങൾ കൊണ്ട് മാത്രം 200 കോടിയും കടന്ന് 300 കോടിയിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുക. ഇപ്പോൾ വാഴയുടെ റെക്കോർഡ് പോയോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു അതും ഒരു പക്ഷേ ചിലപ്പം വാഴയുടെ റെക്കോർഡും തകർത്ത് ലോകയുടെ റെക്കോർഡും തകർത്ത് സാധനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആശീർവാദ് സിനിമാസിലെല്ലാം ഇപ്പോഴും സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തുന്നുണ്ട്. മറ്റ് എല്ലാ സിനിമകളെയും പിന്തള്ളിക്കൊണ്ട് 3-ാം വാരത്തിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ ആണ് കിട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ആന്റണി ചേട്ടൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ ലാലേട്ടന് ഒരു പഞ്ഞവുമില്ല. കാരണം ആശാൻ അങ്ങോട്ട് തള്ളി 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 അങ്ങോട്ടങ്ങ് പൂക്കൂറ്റിയെന്നല്ല, മറ്റേ വാണം പോകുന്ന കണക്ക് അങ്ങ് പൊക്കോളും. ഈ മലയാള സിനിമയിൽ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് മലയാള സിനിമ. കാരണം ഒരു 50 കോടി മുടക്കിയിട്ട് 100 കോടി ബഡ്ജറ്റ് എന്ന് പറയാം, ആരും ചോദിക്കാനും പറയാനും പറ്റത്തില്ല. ഇനി തിയേറ്റർ കളക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് 200 കോടി കിട്ടി എന്ന് വേണമെങ്കിലും അവർക്ക് പറയാം. കാരണം ബാക്കിയിരിക്കുന്ന 150 കോടിയും കൂടെ അവർക്ക് അടുത്ത ഒരു സിനിമയിൽ വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഈ ഒരു തള്ളലും അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് 50 കോടി 100 കോടി 200 കോടി എന്നൊക്കെ ഇങ്ങനെ പടപടപടാന്ന് കയറുന്ന ഒരൊറ്റ കമ്പനി ഇന്ന് ഇന്ത്യയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആശീർവാദ് കമ്പനി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് കുരുപൊട്ടി ഇവന്മാരൊക്കെ കമന്റ് ഇടുന്ന കാണുമ്പോഴത്തേക്ക് സത്യം ഇതുപോലെ ഗതികെട്ട ഒരു ഫാൻസ് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്താണേലും നമ്മുടെ ലാലേട്ടൻ്റെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു കിഡിലൻ വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമാ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.